ഈ സിനിമ കാണാൻ തിയേറ്ററിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കൊരാൾക്ക് വേണ്ടി മാത്രമാണ് ഫോറം മാളിലുള്ള PVR ഈ ഷോ ഇട്ടത്. ഫ്ലാറ്റ് റേഷ്യോ ആസ്പെക്റ്റിലുള്ള പടമാണ്. ഫ്ലാറ്റ് സ്ക്രീനിൽ തന്നെയായിരുന്നു. ഫുൾ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വെർത്തായിരുന്നു. അതുമാത്രമല്ല ഈ സിനിമയുടെ കളേഴ്സ്, ആ ഒരു 35 ആണ് ഇതിൻ്റെ DCP വന്നിരിക്കുന്നത്. ആ കളേഴ്സൊക്കെ കണ്ടോ? നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നഷ്ടമായേനെ. എനിക്ക് സ്പോഞ്ച് ബോബ് കാർട്ടൂൺ കണ്ട നൊസ്റ്റാൾജിയോ കാര്യങ്ങളൊന്നുമില്ല. ഇൻഫാക്ട് എനിക്ക് ഈ സ്പോഞ്ച് ബോബിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ യൂണിവേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ബുക്ക് മൈ ഷോയിൽ ഞാൻ കാണാത്ത ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ കണ്ട സിനിമയായിരുന്നു. ഇത് 3Dയിലായിരുന്നു ഈ സിനിമ ഉണ്ടായിരുന്നത്. അങ്ങനെ 2 തിയേറ്ററിലുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഓൾറെഡി ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. 129 റുപ്പീസിനായിരുന്നു 3D ഫിലിമിൻ്റെ അതിൻ്റെ ഒരു ഓഫർ ലുലുവിൽ റൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഫോറമോളാണ് ചൂസ് ചെയ്തത്. കാരണം 3D ഫിലിമാണ്. 3D ആകുമ്പോൾ 2K ആയിരിക്കുമല്ലോ, നമുക്ക് അതിനുവേണ്ടി 4K സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫോറമാൾ ആകുമ്പോൾ 2K ലേസർ പ്രൊജക്ഷൻ ആയിരിക്കും. അങ്ങനെ PVR പാസ്പോർട്ട് ഉപയോഗിച്ച് ചെറിയ റേറ്റല്ലേ വരുന്നുള്ളൂ. അങ്ങനെയാണ് ഈ സിനിമ കണ്ടത്. ആക്ച്വലി ഞാൻ മാത്രമേ ആ സ്ക്രീനിൽ ആ പടം കാണാനുണ്ടായിരുന്നുള്ളൂ. Audi 6 ആണ്. Audi 6 ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്. ഈ പടം ഫ്ലാറ്റാണ്. അപ്പോൾ ഫ്ലാറ്റ് സ്ക്രീനിൽ ഫുൾ സ്ക്രീനിൽ ഈ പടം കാണാൻ പറ്റുന്നു. അതുകൂടാതെ എനിക്കൊരാൾക്ക് വേണ്ടി അവർ പടം പ്ലേ ചെയ്തു. അതും വലിയ കാര്യമായിരുന്നു. ആക്ച്വലി ആ ഒരു ഡിസിഷൻ, ഈ പടം കാണാനുള്ള ഡിസിഷൻ എന്തുകൊണ്ടും നല്ലതായിരുന്നു. കാരണം വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു സ്പോഞ്ച് ബോബ് സെർച്ച് ഫോർ ദ സ്ക്വയർ പാൻസ് എന്ന് പറയുന്ന ഈ സിനിമ നൽകുന്നത്. ഇതിൻ്റെ കഥ ടെംപ്ലേറ്റ് സെറ്റപ്പൊക്കെ തന്നെയാണ്. ഇതിൽ മിസ്റ്റർ ക്രാബ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ പറയുന്ന ധീരതയുടെ കഥ. ആ ധീരതയുടെ കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പോഞ്ച് ബോബിന് തോന്നുകയാണ് തനിക്കും ഒരു സ്ക്വാഷ് ബക്ലർ ആവണമെന്ന്. താനത്ര ചെറുതൊന്നുമല്ല, വൃത്തിയാണ് എന്നുള്ളത് എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും സ്പോഞ്ച് ബോബിന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സാഹസമാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗോസ്റ്റ് പൈറേറ്റ് ഉണ്ട്, ദ ഫ്ലൈയിങ് ഡച്ച്മാൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അവിടെ വരുന്നു. അപ്പോൾ ഇയാളുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് സ്പോഞ്ച് ബോബിനെ കുറിച്ചുള്ള. കാരണം സ്പോഞ്ച് ബോബ് എന്ന് പറയുന്നത് ഒരു ഇന്നസെൻറ്റ് സോളാണ്. അപ്പോൾ ഈ സ്പോഞ്ച് ബോബിനെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇയാൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്പോഞ്ച് ബോബ് ഇതെന്താണ് ശരിക്കുള്ള അപകടം എന്താണെന്ന് അറിയാതെ പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ മിസ്റ്റർ ക്രാബിന് മനസ്സിലാവും സ്പോഞ്ച് ബോബ് മിസ്സിംഗ് ആണെന്ന്. അപ്പം അങ്ങനെ അത് കണ്ടെത്താനുള്ള ഒരു യാത്ര, അതിൻ്റെ ഇടയിലുള്ള സാഹസം, അണ്ടർ വാട്ടറിലുള്ള കുറേ സീക്വൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ. അതായത് എല്ലാ ആനിമേഷൻ സിനിമകളിലും വരുന്ന വളരെ ജനറിക് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് കണ്ട ടെംപ്ലേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലും വരുന്നത്. പക്ഷേ ഈ സിനിമയുടെ DCP 35 FL എന്നൊക്കെ പറയുമ്പോൾ ഗംഭീരമായിട്ടുള്ള കളേഴ്സാണ്. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ആദ്യത്തെ ഞാൻ അറ്റാച്ച് ചെയ്ത ക്ലിപ്പിൽ കണ്ടു കാണും. ഈ കളേഴ്സ്, 3D, ഇതെല്ലാം വന്നപ്പോൾ ഒരു ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര കളർഫുള്ളാണ്. ഇതിനകത്ത് വരുന്ന ആ ഗ്ലോവിങ്, ആ ഫ്ലൈയിങ് ഡച്ച്മാൻ്റെ ഒക്കെ ആ ഗ്ലോവിങ് ആയിട്ടുള്ള പച്ച കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമാണ് ആക്ച്വലി സ്ക്രീനിൽ കാണാനായിട്ട്. 3D എഫക്ട്സ് എന്ന് പറയുന്നത് പടം തുടങ്ങുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്ര വലിയ ഡെപ്തോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു 3D സിനിമ 2Dയിൽ കാണുന്നൊരു ഫീലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ സിനിമയുടെ ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോൾ ഈ സിനിമ അത് റിയൽ വേൾഡിലേക്ക്, അതായത് നമ്മൾ മനുഷ്യന്മാരൊക്കെ ഉള്ള വേൾഡിലേക്ക് മാറും. അപ്പം അന്നേരം ഒരു ബീച്ച് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു റോളർ കോസ്റ്ററിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ് ഉണ്ട്. അതിനൊക്കെ നല്ല ഗംഭീര 3D ഡെപ്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 3D എന്നുള്ളത് ആദ്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും പിന്നീട് ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ഡെപ്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആനിമേഷൻ സീക്വൻസുകളിലേക്ക് 3D അത്ര എഫക്റ്റീവായിട്ട് വന്നില്ലെങ്കിൽ പോലും ഫൈനൽ ആക്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 3D ഉണ്ടായിരുന്നു. ആക്ച്വലി സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ കളർഫുള്ളായിട്ടുള്ള, അതായത് ലോകത്തുള്ള എല്ലാ കളറും ഉണ്ട് ഈ സിനിമയിൽ. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള, ഇതിനകത്തുള്ള ആ ഒരു കോമിക് അതാണ്. ഇത് തീരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പോഞ്ച് ബോബ് കാർട്ടൂൺസ് കണ്ടവർക്ക് മനസ്സിലാവും. എനിക്ക് അങ്ങനെ സ്പോഞ്ച് ബോബ് കാർട്ടൂൺ കണ്ട ഓർമ്മകളൊന്നുമില്ല. ഇതിൽ വരുന്ന ഒരു ആനിമേഷൻ, ആ ഒരു നമ്മളിപ്പോൾ പിക്സലിൻ്റെ പടങ്ങളിൽ കാണുന്ന പോലുള്ള ആ ഒരു രീതിയിലുള്ളതല്ല. കുറച്ചും കൂടി ചെറിയ കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സ്പോഞ്ച് ബോബ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയറും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് അത് കാണിക്കുന്നതൊക്കെ തീരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റിൽ ഈ സിനിമ വളരെ എൻജോയബിൾ ആണ്. ഒന്നര മണിക്കൂറേ ഉള്ളൂ ഈ പടം. ഈ 1.5 മണിക്കൂർ സിനിമ തീർന്നത് തന്നെ അറിഞ്ഞില്ല. അത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള, വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സിനിമ തുടങ്ങുമ്പോൾ ഒന്ന് പാരമൗണ്ടിൻ്റെ തന്നെ ടീനേജ് മ്യൂട്ടൻറ്റ് നിഞ്ച ടർട്ടിൽസ്, അവരുടെ ഒരു ആനിമേഷൻ സിനിമയുടെ അതിൻ്റെ ഒരു ഷോർട്ട് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 10-15 മിനിറ്റ് ഉണ്ട്. അതും ആക്ച്വലി എൻജോയബിൾ ആയിരുന്നു. അതിന് തീരെ 3D ഡെപ്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വളരെ ഫ്ലാറ്റായിട്ടായിരുന്നു. 3D ഗ്ലാസ് വെച്ചിട്ട് 2D കോണ്ടന്റ് കാണുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഷോർട്ടാണ്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ കോക്കോ കാണാൻ പോയപ്പോഴായിരുന്നു ഫ്രോസൻ്റെ ഇതുപോലെ ഒരു ആനിമേറ്റഡ് ഷോർട്ട് അതിന് മുമ്പ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കോക്കോ ആണെന്ന് തോന്നുന്നു, കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത് സ്പോഞ്ച് ബോബ് മൂവി സെർച്ച് ഫോർ ദ സ്ക്വയർ പാൻസ് ആക്ച്വലി ഒരു എക്സ്പെക്റ്റേഷനില്ലാതെ എന്തോ ഒരു സിനിമ, ഒരു ആനിമേഷൻ ഫിലിം കാണണം എന്നുള്ളൊരു മൈൻഡിൽ പോയതായിരുന്നു. പക്ഷേ അതിൻ്റെ കളർഫുള്ളായിട്ടുള്ള ആ ഒരു വിഷ്വൽസ് ഭയങ്കര കളർഫുള്ളാണ്. ഞാൻ ഈ കളർഫുൾ എന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം അത്രയ്ക്ക് രസമുള്ള കുറേ വിഷ്വൽസ് കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ,
ഗംഭീര സൗണ്ട് ഡിസൈനാണ് ഈ പടത്തിനുള്ളത്. അതായത് ഈ അണ്ടർ വാട്ടർ സീക്വൻസും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഫ്ലൈയിങ് ഡച്ച് മാൻ്റെ കുറേ സംഭവങ്ങളും പിന്നെ ഇതിനകത്തൊരു മത്സരം പോലെയൊക്കെ ഉണ്ട്. ഓരോരോ സ്റ്റേജസ് ആയിട്ട് ഈ സ്പോഞ്ച് ബോബ് ഇതെല്ലാം കടന്നു വേണം അങ്ങോട്ടേക്ക് എത്താൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ കുറേ ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം വരുന്നു. ഇതിൻ്റെയൊക്കെ സൗണ്ട് മിക്സിങ്ങും കാര്യങ്ങളും എല്ലാം ഗംഭീരമായിരുന്നു. അതായത് നമ്മൾ മുടക്കുന്ന കാശ് ഇപ്പോൾ 123 രൂപ മുടക്കിയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. 123 രൂപയ്ക്ക് നമ്മൾ മുടക്കുന്ന ആ 3D എക്സ്പീരിയൻസ്, അതുകൂടാതെ ഒരു മൊത്തത്തിലുള്ള ഓവറോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ വളരെ വർത്തായിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് സ്പോഞ്ച് ബോബ്.